സാധാരണയായി ഒരു വ്യക്തി നമുക്കൊരു ദൗത്യമോ ഉത്തരവാദിത്വമോ നമ്മെ ഏൽപ്പിക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കുന്നത് നമ്മുടെ കഴിവിലും നമ്മുടെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് തന്നെയായിരിക്കും. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുനാഥൻ ദൈവരാജ്യ പ്രഘോഷണം എന്ന ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായി, അതിന് മുന്നോടിയായി പിശാചുക്കളുടെ മേൽ ശക്തിയും അധികാരവും അവർക്ക് നൽകുകയും രോഗശാന്തി വരെ നൽകുകയും ചെയ്ത് അവരെ അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ്. ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തന്റെ ദൗത്യത്തിനായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ആളെ വെറും കൈയോടെ ദൈവം പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ദൗത്യ പൂർത്തീകരണത്തിനായി നമ്മെ ഒരുക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന സത്യമാണ്. ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 4:10 മോശ ദൈവത്തോട് പറയുന്നത്, കർത്താവെ, ഞാൻ സംസാരിക്കുവാൻ പാടവുമില്ലാത്തവനാണ്. അതിന് മറുപടിയായി മോശയോട് ദൈവം പറയുന്നത്, പുറപ്പെടുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിലേക്ക് എത്തിക്കുവാൻ ജോഷുവെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ജോഷിയുടെ പുസ്തകം 1:5 ദൈവം ജോഷിയോട് പറയുന്നത്, മോശയോടുകൂടെ ഞാൻ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിന്നോട് കൂടിയും ഞാൻ ഉണ്ടായിരിക്കും എന്നാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവെ, ഞാൻ കേവലം ബാലനാണെന്ന് ജെറമിയ പ്രവാചകൻ പറയുമ്പോൾ ദൈവം അവനോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. വിജാതിയുടെ അപ്പസ്തോലനായി ദൈവം പൗലോസ്ലിഹായി തിരഞ്ഞെടുത്തപ്പോൾ അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൗലോസ്ലിഹായ്ക്ക് നേരിടേണ്ട വന്നപ്പോൾ 1 കൊരിന്തോസ് 12:9 പൗലോസ്ലിഹയോട് ദൈവം പറയുന്നത്, നിനക്കെന്റെ കൃപ മതി എന്നാണ്. എന്നിങ്ങനെ ദൈവിക ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്ത എല്ലാവരെയും ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കുവാൻ അനുവദിക്കുകയല്ല ചെയ്യുക, മറിച്ച് ആ ദൗത്യം പൂർത്തിയാക്കുവാനുള്ള അനുഗ്രഹവും ഒരുക്കവും നൽകി അവരോട് കൂടെയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, സ്ലീഹന്മാർക്ക് ദൈവരാജ്യ പ്രഘോഷണം എന്നൊരു ദൗത്യം ദൈവം നൽകിയതുപോലെ നമുക്കെല്ലാവർക്കും വലുതും ചെറുതുമായ അനേകം ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല പിതാവാകുക, മാതാവാകുക, മക്കളാകുക, ഭാര്യയാകുക, ഭർത്താവാകുക, ഒരു നല്ലൊരു വൈദികനാകുക, കന്യാസ്ത്രീയാകുക എന്നിങ്ങനെ അനേകം ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നമ്മെ ദൈവം വെറുതെ ഏൽപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് ആ ദൗത്യം പൂർത്തിയാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഒരുക്കവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും ഒരുക്കവും അനുഗ്രഹവും ദൈവം നൽകിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമുക്ക് വീഴ്ച പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ശിഷ്യന്മാരെ പോലെ നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ഒരുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ നമ്മുടെ ശക്തിയിലും ബലത്തിലും ആശ്രയിക്കുന്നവരായി നാം മാറുന്നു. 2 കൊരിന്തോസ് 1:9 പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് പോലും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു, എന്നാൽ അത് ഞങ്ങളെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമതായി, നമുക്ക് ശക്തിയും ബലവും അനുഗ്രഹവും പകരുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തളർന്നവൻ അവിടുന്ന് ബലം പകരുന്നു, ശക്തിയറ്റവന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ദൈവം നമുക്കൊരുക്കവും അനുഗ്രഹവും നൽകിയിട്ടും നമ്മുടെ കൃത്യനിർവഹണത്തിൽ വീഴ്ച പറ്റുന്നവരായി നാം മാറുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മോട് തന്നെ നാം പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മെ ഇതുവരെ വഴി നടത്തിയ ദൈവം വീണ്ടും നമ്മെ വഴി നടത്തുമെന്നും നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മെ സഹായിക്കുന്ന, നമുക്ക് കരുത്ത് പകരുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നൊരു ബോധ്യമാണ്. ആയതിനാൽ പ്രിയ സഹോദരരെ, ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ആ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും, ആ ദൈവത്തിന്റെ സ്വരം മറ്റുള്ളവരുടെ സ്വരം കേൾക്കാതെ ആ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യുന്നവരായി മാറുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുക്കവും അനുഗ്രഹവും നമുക്ക് മനസ്സിലാകുകയും ആ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം പൂർണ്ണമായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 പൗലോസ്ലീഹ പറയുന്നു, എന്നെ ശക്തനാക്കിയതിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഒരു ബോധ്യം നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഏതു തന്നെയായിരുന്നാലും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തുന്ന, നമ്മെ ഒരുക്കുന്ന, നമുക്ക് ശക്തി പകരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് വേണം നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട്. റോമാക്കാർക്ക് ലേഖനം 9:6 നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. രണ്ടാമതായിട്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്ന വചനം, നമ്മൾ കേൾക്കുന്ന വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതും മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്നതും എന്നൊരു ബോധ്യവും നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ കന്യാമറിയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങൾ നമുക്ക് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹവും സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് യാചിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ആശീർവാദത്തിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.